بسم الله الرحمن الرحيم. ജിദ്ദ ഇസ്ലാമിക് സെന്റർ 643-0316 60417221. ദാറുസ്സലാം ഹോട്ടൽ സുന്ദുസിന് സമീപം ബഗ്ദാദിയ ജിദ്ദ. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. سبحانك اللهم وبحمدك أستغفرك اللهم وأتوب إليك وأصلي وسلم على نبيك وعلى آله وأصحابه وأتباعه الذين تبعون هديك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. صدق الله مولانا العلي العظيم. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച ജനവിഭാഗങ്ങളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ഇന്ന് ഈ ശ്രേണിയിൽ നമുക്ക് പരിശോധിക്കാനുള്ളത്, നമുക്ക് അന്വേഷിക്കാനും ആരായാനുമുള്ളത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫിൽ അള്ളാഹു ഏറ്റവും അധികമായി പരാമർശിച്ച ജനതയെ സംബന്ധിച്ചാണ്. അത് നമുക്കറിയാം, ബനു ഇസ്രായേൽ എന്ന വംശമാണ്, എന്ന ജനതയാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട ജനത ബനു ഇസ്രായേൽ വംശമാണ്. ആ ജനതയെ സംബന്ധിച്ചും അവർക്കുണ്ടായ ചരിത്രങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഒന്നിലധികം സൂറത്തുകളിൽ അള്ളാഹു വ്യത്യസ്ത രൂപങ്ങളിലായി വ്യത്യസ്ത ഭാവങ്ങളോടുകൂടെ അവതരിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ലോകത്തെ ജനസമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ, ഇതുവരെ ഉണ്ടായ ജനസമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ജനസമൂഹമെന്ന് ബനു ഇസ്രായേല്യരെ അല്ലെങ്കിൽ ഇസ്രായേൽ സന്തതികളെ നമുക്ക് വിളിക്കാവുന്നതാണ്. കാരണം അവരുടെ ചരിത്രത്തിന് 4000-ലധികം വർഷത്തെ പഴക്കമുണ്ട്. ബനു ഇസ്രായേലുകൾ എന്ന് പറയുന്നത് ആർക്കാണ്, ആരാണ് ഇസ്രായേൽ സന്തതികൾ എന്നത് അറിയുമ്പോൾ നമുക്ക് അവരുടെ ചരിത്രത്തിന്റെ ദൈർഘ്യം മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഇസ്രായേൽ എന്ന പദത്തിന്റെ അർത്ഥം ദൈവദാസൻ, അബ്ദുള്ള എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായതിനാൽ തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പട്ടികയിൽ സ്ഥാനം നേടിയ ഒരു പ്രവാചകനായിരുന്നുവല്ലോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട് നമുക്കേറെ സുപരിചിതമായ നാടാണ്, കനാൻ. കനാൻ എന്ന നാട് പലസ്തീനിന്റെ സമീപ പ്രദേശത്താണ്. അതായത് കനാൻ ഷാമിലാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ മകനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ് സത്യത്തിൽ ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ സന്തതികൾ എന്ന പേര് അവർക്ക് വീണു എന്നതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രത്തിന്റെ ശരിയായ ആരംഭമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തന്നെയാണ്. ഈ പാരമ്പര്യത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇസ്രായേൽ വംശത്തിന്റെ പാരമ്പര്യത്തിന് എത്ര പഴക്കമുണ്ട് എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം
ജീവിച്ചിരുന്ന കാലം BC 2000 അല്ലെങ്കിൽ BC 2000 ചുറ്റുപാടുകളിൽ എപ്പോഴോ ആയിരുന്നു എന്ന് ഇസ്ലാമിലെയും ഭൗതിക രംഗത്തെയും ബൈബിളിലെയും ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഏകകണ്ഠമായി അഭിപ്രായപ്പെടുന്നതാണ്. BC 2000 ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാബിലോണിയയിൽ ജീവിച്ചിരുന്നത്. അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഷാമിലേക്ക് താമസം മാറിയ അദ്ദേഹം തന്റെ ശിഷ്ടകാലം മുഴുവൻ കഴിച്ചുകൂട്ടിയത് അൽ ഖലീൽ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ഒരു പ്രദേശത്തായിരുന്നു. അവിടെ വെച്ചായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് തന്റെ പ്രായാധിക്യത്തിൽ ആദ്യത്തെ കനിയെ നൽകിയത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അറബികളുടെ പിതാവായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന മകൻ ജനിക്കുന്നത് തന്റെ അടിമസ്ത്രീയായിരുന്ന ഈജിപ്തിലെ ഭരണാധികാരി തനിക്ക് സമ്മാനമായി നൽകിയ ഹാജിർ എന്ന അടിമസ്ത്രീയിലായിരുന്നു. അടിമസ്ത്രീയെ തനിക്ക് സമ്മാനമായി ലഭിച്ചതായിരുന്നുവെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ വിവാഹം കഴിക്കുകയായിരുന്നു. ഇബ്രാഹിം നബിയുടെ ശരീഅത്തിൽ സ്വമേധയ അല്ലെങ്കിൽ സ്വമനസ ഒരടിമസ്ത്രീയെ വാങ്ങുകയോ അല്ലെങ്കിൽ അടിമസ്ത്രീയിൽ കുഞ്ഞു ജനിക്കുകയോ ചെയ്താൽ ആ സ്ത്രീ സ്വന്തം ഭാര്യയായി തീരുമെന്നാണ് അന്നത്തെ നിയമത്തിലുണ്ടായിരുന്നത്. ചില ഭേദഗതികളോടുകൂടെ ഇസ്ലാം ആ നിയമത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ നിലനിർത്തുകയാണ് പിന്നീട് ചെയ്തത്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിരുന്ന ഹസ്രത്ത് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ശക്തമായ നിരാശയിലായിരുന്നു. ബാബിലോണിയയിലെ ഉർ എന്ന പ്രദേശത്തിൽ തനിക്ക് ഇസ്ലാം എന്ന സന്ദേശത്തിന്റെ വെളിച്ചം തന്റെ മനസ്സിന് കാട്ടിത്തന്ന തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കൂടിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ഉർ എന്ന നാട്ടിലെ ഏക വനിതയായിരുന്നു അവർ. മനസ്സിന്റെ ഉള്ളിൽ അദമ്യമായ സ്നേഹം പുലർത്തിയിരുന്ന സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ മനസ്സിൽ ഏറ്റവുമധികം ആഗ്രഹിച്ചിരുന്ന, ഏറ്റവുമധികം ഓമനിച്ചിരുന്ന ഒരു മോഹമായിരുന്നു തന്റെ പ്രിയതമന് വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നത്. പക്ഷേ ആ മോഹം പൂവണിയാനുള്ള ഭാഗ്യം അവർക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായില്ല. അവസാനം നിരാശ അവരുടെ ജീവിതത്തിൽ കടന്നുവന്നു. ഇനി ഒരിക്കലും പ്രസവിക്കില്ല എന്ന് ഉറപ്പായി, അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള സാധ്യതയില്ലെന്ന് അവരുടെ മനസ്സ് വല്ലാതെ അകന്നുപോയി. ആ സാഹചര്യത്തിലായിരുന്നുവല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഭർത്താവിനോട് ഹാജിർ എന്ന സ്ത്രീയെ വിവാഹം ചെയ്യുവാനും അവരിലൂടെ ഒരു കുഞ്ഞു ജനിക്കുമോ എന്ന് ശ്രമിക്കുവാനും സാറാ ബീവി തന്നെ ആവശ്യപ്പെട്ടത്. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അതിലേറെ അത്ഭുതപ്പെടുന്നതായിരുന്നു. ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിൽ ഒരു സായം സന്ധ്യാസമയത്ത് ഇബ്രാഹിം നബിയുടെയും സാറാ ബീവിയുടെയും ജീവിതത്തിന്റെ സായം സന്ധ്യ കൂടിയായിരുന്ന ഒരു സമയത്ത് വാർദ്ധക്യത്തിന്റെ എല്ലാ അടയാളങ്ങളിലേക്കും അവർ പ്രവേശിച്ചിരുന്ന ഒരു കാലത്ത് ചുക്കിച്ചുളിഞ്ഞ സൗകുമാര്യം നഷ്ടപ്പെട്ട ശരീരവുമായി ജീവിച്ചിരുന്ന പ്രവാചകന്മാരുടെ പിതൃവ്യനായ മഹാനായ ഹസ്രത്ത് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ ദൂതന്മാർ കടന്നുവന്നു. അവരെ ആതിഥ്യ മര്യാദയോടുകൂടെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി സുപ്രവിരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. ഞങ്ങൾ എന്തിന് വന്നു എന്നല്ലേ, ഞങ്ങൾ വന്നത് വാതിലിന്റെ മറവിൽ നാണം കുണുങ്ങിക്കൊണ്ട് അതിഥികളെ നോക്കി നിൽക്കുന്ന നിങ്ങളുടെ വയസ്സെത്തിയായ ഭാര്യയിലെ ആ ഭാര്യയിൽ നിന്ന് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. വാതിൽ മറവിൽ നിന്നുകൊണ്ട് ആ വാർത്ത കേൾക്കുമ്പോൾ സാറാ ബീവി റളിയല്ലാഹു അൻഹ എന്ന വൃദ്ധ അത്ഭുതപ്പെട്ടുപോയി. ഞാനിനി പ്രസവിക്കുകയോ? എന്താണ് ഈ കേൾക്കുന്നത്? ദൂതന്മാർ പുഞ്ചിരിച്ചു. അങ്ങനെയാണ് അള്ളാഹു തീരുമാനിച്ചത് അവൻ നടപ്പിൽ വരുത്തും. സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടിവയറ്റിൽ കുഞ്ഞിന്റെ ചലനങ്ങൾ രൂപപ്പെട്ടു. സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചു. ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിച്ചു. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം.
യാക്കൂബ് നബി അലൈഹിസ്സലാം ജന്മം കൊണ്ട് കനാൻ നാട്ടുകാരനായിരുന്നു, ഷാമുകാരനായിരുന്നു. ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രം അത് ഷാമിലെ ചരിത്രമാണ്. ഷാമിന്റെ നാൾ വഴികളിൽ എഴുതപ്പെട്ട ചരിത്രമാണ് ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രം. പക്ഷേ അതിനിടയിൽ അവരുടെ ചരിത്രം ചെങ്കടൽ കടക്കുകയുണ്ടായി. അത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12ാമത്തെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ. ചരിത്രത്തിന്റെ ഒരു നിയോഗം പോലെ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ജയിലിൽ നിന്ന് ആരംഭിച്ച തന്റെ ജീവിതത്തിന്റെ പ്രയാണം അവസാനം ഈജിപ്ത് എന്ന മനുഷ്യ സംസ്കാരത്തിന്റെ ഈറ്റില്ലത്തിന്റെയും പോറ്റില്ലത്തിന്റെയും സിംഹാസനത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരിടവേളയിൽ ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രം ചെങ്കടൽ കടന്ന് ആഫ്രിക്കയിൽ എത്തുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നാം പറഞ്ഞുകൊണ്ടുവരുന്നത് ബനൂ ഇസ്രായേൽക്കാരുടെ വംശത്തിന്റെ പാരമ്പര്യത്തിന്റെ ദൈർഘ്യമാണ്. ഉദ്ദേശം 4000 വർഷത്തെ പാരമ്പര്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇതുവരെയും കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ നാം നേരത്തെ പ്രതിപാദിച്ച സബഅ് നാട്ടുകാർ അവരെക്കാളേറെ, നാം പരാമർശിച്ച ആദ് വംശം അവരെക്കാളേറെ, ശിലായുഗത്തിന്റെ ശില്പികളായിരുന്ന സമൂദ് വംശം അവരെക്കാളേറെ, ലോകത്തെ അതിപുരാതനമായ മതവിശ്വാസം എന്ന് പറയപ്പെടുന്ന സാബിയൻ മതം അവരെക്കാളേറെ വലിയൊരു നിറഞ്ഞ അധ്യായങ്ങളുടെയും ചരിത്രങ്ങളുടെയും തിരുശേഷിപ്പുകാരാണ് ഇസ്രായേൽ സന്തതികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ ബനൂ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരോടുള്ള ഉപദേശങ്ങൾ, അവരുടെ നാൾ വഴി പുസ്തകത്തിൽ കഴിഞ്ഞുപോയ അധ്യായങ്ങൾ, ചരിത്രങ്ങൾ തുടങ്ങിയവയെല്ലാം അതെല്ലാം അള്ളാഹു നീട്ടിപ്പരത്തി അതിന്റെ ചരിത്രങ്ങൾ പറയുന്ന ഒരു സ്വഭാവമായിരുന്നില്ല. അള്ളാഹു എല്ലാ ചരിത്രങ്ങൾ പറയുന്നതിലും വിശുദ്ധ ഖുർആനിൽ പിന്തുടർന്നിരിക്കുന്ന വഴി എന്ന അർത്ഥത്തിൽ തന്നെ ബനൂ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചും പറഞ്ഞത്. അള്ളാഹു ഓരോ ആയത്തുകളിലൂടെയും ഓരോ സൂറത്തുകളിലൂടെയും ആ സംഭവത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുക മാത്രമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിലെ നിറസാന്നിധ്യമായിരുന്ന ഇസ്രായേൽ വംശത്തിന് കഴിഞ്ഞുപോയ എല്ലാ അധ്യായങ്ങളും മനുഷ്യകുലത്തിൽ എല്ലാവരുടെ ഇടയിലും വളരെ അറിയപ്പെടുന്ന പ്രസിദ്ധമായ സംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ വിശദാംശങ്ങൾ മുഴുവനും പറഞ്ഞ് കഥ പറയേണ്ട ആവശ്യം വരുന്നില്ല. അവരോട് സൂചിപ്പിച്ചാൽ തന്നെ മതിയാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രധാന സംഭവങ്ങളും ചരിത്രങ്ങളും എല്ലാം ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്നത് സൂചനകൾ എന്ന അർത്ഥത്തിലാണ്. ആ സൂചനകളുടെ ആദ്യത്തെ അധ്യായം നമുക്കറിയാം, അത് സൂറത്തുൽ ബഖറയാണ്. പരിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറയായ സൂറത്തുൽ ബഖറ, ആ നാമം സൂചിപ്പിക്കുന്ന പോലെ അത് അൽ ബഖറ എന്ന പശുവിനെ സംബന്ധിച്ചുള്ള പരാമർശമുള്ള ഒരു സൂറയാണത്. ആ സൂറയിൽ പരാമർശിക്കുന്ന, അല്ലെങ്കിൽ ആ സൂറയ്ക്ക് പേര് വരാൻ വരെ കാരണമായ ബഖറ എന്ന് പറയുന്ന പശു, അത് ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ബനൂ ഇസ്രായേൽക്കാരെ ഉപദേശിക്കുകയും ബനൂ ഇസ്രായേൽക്കാർക്കുണ്ടായ അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം എന്തിനു വേണ്ടി പറഞ്ഞു എന്നതല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ചരിത്രം പറയുന്നതും അതൊരു ചരിത്ര വിദ്യാർത്ഥിക്ക് പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിലെ എല്ലാ പരാമർശങ്ങളും അത് ഉത്ബോധനം എന്ന അർത്ഥത്തിൽ മാത്രമുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ജൂതന്മാർ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യംഗ്യമായും വ്യക്തമായും സൂചിപ്പിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഒരിടയൻ വന്നു, പക്ഷേ ആ ഇടയനെ നിങ്ങൾ മറന്നു. നിങ്ങൾക്കിതാ എന്നേക്കുമുള്ള ഇടയൻ വന്നിരിക്കുന്നു. ആ ഇടയന്റെ കയ്യിൽ സന്മാർഗ പുസ്തകമുണ്ട്. ഇനി ആ ഇടയനെയും സന്മാർഗ പുസ്തകത്തെയും സ്വീകരിക്കാൻ നിങ്ങൾ കടമപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്, നിങ്ങളുടെ പ്രവാചകന്മാർ നിങ്ങളെ ഉപദേശിച്ചിരുന്നത് പോലെ. അതുകൊണ്ട് നിങ്ങളെ ആ സന്മാർഗത്തിന്റെ വഴിത്താരയിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന ക്ഷണം അവർക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഈ ചരിത്രങ്ങൾ പറഞ്ഞത്. അതേസമയം മുസ്ലിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയായിരുന്നു,
നോക്കൂ, നിങ്ങൾ അഹങ്കാരികളാവരുത്, നിങ്ങൾ നിന്ദ കാണിക്കുന്നവരാവരുത്, നിങ്ങൾ നന്ദികേട് ചെയ്യുന്നവരാവരുത്. നിങ്ങളുടെ തൊട്ടു മുമ്പുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സന്തതികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വർഷത്തിന് പാത്രീഭവിച്ച ആ ജനവിഭാഗം അവർക്ക് നേരിട്ടത് എന്തായിരുന്നു എന്നറിയാമോ എന്ന് അള്ളാഹു പറയുകയും അതുവഴി മുസ്ലിം ജനതയെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പൊ ഇത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ചരിത്രങ്ങളും പറഞ്ഞത് എന്നതുപോലെ ഇസ്രായേൽ സന്തതികളുടെ ചരിത്രവും പറഞ്ഞത്.